ലോക സിനിമയുടെ വസന്തത്തിന് തിരിതാഴ്ത്തി 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള സമാപിച്ചു ഇന്നലെ. ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രതിഭകളും ആസ്വാദകരും പങ്കെടുത്ത ഈ മേളയിൽ മികച്ച സിനിമാ കാഴ്ചകൾക്കൊപ്പം മലയാള സിനിമയുടെ കരുത്തുറ്റ സാന്നിധ്യവും അടയാളപ്പെടുത്തിയാണ് ഇത്തവണത്തെ IFFK സമാപിച്ചത്. ഇന്നിപ്പോൾ രാവിലെ ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്, നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ശ്രീ റസൂൽ പൂക്കുട്ടിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം ശ്രീ റസൂൽ പൂക്കുട്ടി, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഹലോ, താങ്ക് യു. ഹലോ ശ്രീ റസൂൽ പൂക്കുട്ടി, അങ്ങനെ മനോഹരമായ ഒരാഴ്ചക്കാലം, ഒരു സിനിമാ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ അതിന് തിരിതാഴ്ന്നിരിക്കുന്നു. അങ്ങ് ചെയർമാനായ ശേഷം ഉണ്ടായ ആദ്യത്തെ ഈ ഒരു ചലച്ചിത്ര മേള കാലമായിരുന്നു, IFFK ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ഒരു സീസൺ? ക്വൈറ്റ് എക്സൈറ്റിംഗ്, വെരി ടർബുലൻറ്റ്, അറ്റ് ദ സെയിം ടൈം വെരി ജുബിലിയേറ്റിംഗ്. അങ്ങനെയാണ് എനിക്ക് 3 വാക്കിൽ ഇത് പറയാൻ കഴിയുക. മേളയിൽ ഒരുപാട് ആളുകൾ, ഏകദേശം 13,444 പീപ്പിൾ ഹാവ് അറ്റൻഡഡ് ആസ് ഡെലിഗേറ്റ്സ്, ഒഫീഷ്യൽസ് ആൻഡ് അതർ സിനിമ ഗോവേഴ്സ്, ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടൊരു 13,500 പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ്. ഇതൊരു വലിയ ഒരു കൾച്ചറൽ ഗെറ്റ് ടുഗദർ കൂടിയാണ്. സിനിമ മാത്രമല്ല, സിനിമ വരുന്നു, നമ്മൾ ലോക സിനിമ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് കേരളത്തിൻ്റെ ഒരു വലിയ ഒരു കൾച്ചറൽ ഗെറ്റ് ടുഗദർ കൂടിയാണ് IFFK. നമ്മൾ ആ ഒരു തലത്തിലാണ് കാണേണ്ടത്. ഒരു ദർ ഈസ് എക്സ്ചേഞ്ച് ഡയലോഗ്, വോയിസസ്, ലോകത്തിൻ്റെ പല കോണുകളിൽ നമ്മൾ അറിയപ്പെടാത്ത ആർട്ടിസ്റ്റുകൾ, അവരുടെ വർക്കുകൾ, അവരുടെ കൾച്ചർ, ഇതൊക്കെ നമ്മൾ അടുത്തറിയുന്നൊരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ്, ലൈക്ക് എവരി ഇയർ, പ്രത്യേകിച്ചും ഈ വർഷം 30ാമത്തെ എഡിഷൻ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഹിസ്റ്റോറിക് ടൈം. ഓക്കെ, ശ്രീ റസൂൽ പൂക്കുട്ടി, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ഇവിടെ എല്ലാ കാര്യങ്ങളും, ഇപ്പം ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് നടക്കും. അങ്ങനെ ഒരു ആത്മവിശ്വാസം അങ്ങേക്ക് ഉണ്ടായിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ പോയോ? അങ്ങയുടെ ഒരു വിശ്വാസം അനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ പോയോ? അല്ല, അങ്ങനെയല്ല. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നില്ല, എൻ്റെ പ്രസൻസ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഞാൻ വെർച്വലി പ്രസൻ്റ് ആയിരുന്നു. നമുക്കറിയാം, കോവിഡിന് ശേഷം നമ്മളെല്ലാവരുടെയും വർക്കിംഗ് മെത്തഡോളജി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വർക്ക്, എൻ്റെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ള എൻ്റെ വർക്ക്, എൻ്റെ പേഴ്സണൽ വർക്ക് തന്നെ ഞാനിപ്പോൾ എത്രയോ നാളുകളായിട്ട് കോവിഡിന് ശേഷം ഞാൻ വെർച്വലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അക്കാഡമിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, IFFKയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ നിമിഷവും ഞാൻ, ഓരോ മിനിറ്റിനും ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞാനുമായിട്ട് വീഡിയോ കോൺഫറൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 15 മുതൽ 20ഓളം വീഡിയോ കോൺഫറൻസ് ഒരു ദിവസം തന്നെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ടൈം ഡിഫറൻസ് മാത്രമായിരുന്നു ഒരു പ്രശ്നം. ഞാൻ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നു, ഇവിടെ ആയിട്ടുള്ള 5.5 മണിക്കൂറിന് ടൈം ഡിഫറൻസ് മാത്രമായിരുന്നു പ്രശ്നം. അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ രാവിലെ എൻ്റെ അവിടുത്തെ വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കും ഒക്കെ എഴുന്നേറ്റ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഫിസിക്കൽ പ്രസൻസ്, ഇപ്പം കഴിഞ്ഞ 30 വർഷമായിട്ടൊരു, അല്ലെങ്കിൽ 25 വർഷമായിട്ട് ചെയർമാൻ മുന്നിൽ നിന്ന് എപ്പോഴും ഒരു വരുന്ന ഡെലിഗേറ്റ്സുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഒരാൾ മുന്നിൽ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ഒരു പ്രേക്ഷകർ ഉണ്ടാകുന്ന ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ലാസ്റ്റ് ദിവസം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ദിവസം എത്തി. ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗവൺമെൻറ്റിനെ അറിയിച്ചിരുന്നു. എൻ്റെ ഒരു പ്രീ കമ്മിറ്റഡ് വർക്കാണ്. പ്രത്യേകിച്ചും അതൊരു ഫോറിൻ ഫിലിം ആയതുകൊണ്ടും ഞാൻ വർക്ക് വിസയും മറ്റുമൊക്കെ എൻ്റെ പേരിലായതുകൊണ്ടും എനിക്കിതിൽ നിന്ന് പിന്നോട്ട് മാറാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു 3 ദിവസത്തെ അവധി എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു ഫിലിം ഷൂട്ടിങ് വളരെ ഹൈലി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള, ഹൈലി എക്സ്പെൻസീവ് ആയൊരു ഫിലിം ഷൂട്ടിങ്ങിൽ അങ്ങനെ ഒരു HOD മാറി നിൽക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അവർ എന്നോടധികം കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല എന്നൊരു തോന്നൽ എനിക്കില്ല. പിന്നെ 30ാമത്തെ എഡിഷനിൽ നമ്മൾ വളരെ അൺപ്രസിഡൻഡ് ആയിട്ടുള്ള ചലഞ്ചസ് അക്കാഡമിക്ക് നേരിടേണ്ടി വന്നു. അത് മാത്രമാണ് ഒരു, എന്താ പറയുക, നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയൊരു കരടായിട്ട്. റസൂൽ പൂക്കുട്ടി, അതിലേക്ക് ഞാൻ വരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതുവരെ IFFKയുടെ ഒരു ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 18ാമത്തെ IFFK മുതൽ കണ്ടു തുടങ്ങിയതാണ്. ഈ വർഷം മാത്രമാണ്, ഈ മേള മാത്രമാണ് മിസ് ചെയ്തത്. തിരുവനന്തപുരത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രം അത് വലിയൊരു സങ്കടമായിട്ടുള്ളിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്ന അത്രയും സമയം അവിടെ ഉള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോ കോൾ ചെയ്തും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ കേട്ടുകേഴ്വില്ലാത്ത രീതിയിൽ വിവാദങ്ങൾ കൂടി വന്നു ഭവിച്ചൊരു മേളയായിരുന്നു ഇത്. 6 സിനിമകൾക്കൊടുവിൽ
വിലക്ക് വീണു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് അങ്ങേക്ക് മനസ്സിലാകുന്നത്? അല്ല, ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് അവർ ടൈം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളുടെ വർത്തമാനകാലത്തിൻ്റെ പ്രതിഫലനമാണ്. അത് അങ്ങനെ ഒരു വർത്തമാനകാലമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, വെച്ചു പുലർത്തേണ്ടത് എന്നുള്ള ഒരു വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളുടെ രാഷ്ട്രീയം, നമ്മളുടെ സോഷ്യൽ ലൈഫ്, നമ്മളുടെ കൾച്ചറൽ എക്സ്പോസിഷൻ, ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ഒരു കർബ് വരുമ്പോഴാണ് നമ്മൾ ആക്ച്വലി എന്താണ് നമ്മുടെ വർത്തമാനകാലം എന്നതിനെപ്പറ്റി നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്നത്. അത് പിന്നെ അതങ്ങനെ പാടില്ല, അങ്ങനത്തെ ഒരു വർത്തമാനകാലമല്ല നമുക്ക് വേണ്ടതെന്നുള്ളൊരു പൊതുവായ അഭിപ്രായം നമുക്ക് എല്ലാവരും സ്വരൂപിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ളൊരു റിഫ്ലക്ഷൻ കൂടിയാണ്. എന്താണ് സിനിമ നമ്മളെ കാണിക്കുക, ഒരു സോഷ്യലി കമ്മിറ്റഡ് സിനിമ നമ്മളെ കാണിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രതിഫലനമാണ് കാണിക്കുന്നത്, നമ്മുടെ അവർ ഓൺ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പം ഒരു സോവറിൻ ഗവൺമെൻറ്റിന് അങ്ങനെ പറയുന്നതിൽ അവർക്ക് പറയാൻ പാടില്ല, നമ്മൾ പറയാൻ പറ്റില്ല. ഇന്ന സിനിമകൾ കാണിക്കരുത്, ഇന്ന സിനിമകൾ നമ്മളുടെ സോവറിൻ പവറുമായിട്ട് നമ്മളുടെ പോളിസിയുമായിട്ട് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒരു റൂളിംഗ് ഡിസ്പെൻസേഷൻ, അവരുടെ രാഷ്ട്രീയം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റും. ജനങ്ങളുടെ മേൽ നമുക്ക് പറയാൻ പറ്റും, അത് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കേരള ഗവൺമെൻറ് എടുത്ത വളരെ ശക്തമായ തീരുമാനം. ആ ശക്തമായ തീരുമാനം കാരണമാണ് ഈ 19 സിനിമകളുടെ എക്സംഷൻ, അതായത് പ്രദർശന അനുമതി. അതായത് നമുക്ക് ഒരു ഫെസ്റ്റിവൽ സിനിമ കാണിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ പബ്ലിക് സ്ക്രീനിങ്ങിലും സെൻസസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യം നിർബന്ധമാണ്, ആസ് പെർ ദ സിനിമാറ്റോഗ്രാഫേഴ്സ് ആക്ട്. അപ്പോൾ ഈ സെൻസസ് സർട്ടിഫിക്കറ്റ് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ള ഒരു വകുപ്പ് എക്സംഷൻ ഉണ്ട്. അത് സെക്ഷൻ 9 അനുസരിച്ച്, അതനുസരിച്ചാണ് എല്ലാ ഫെസ്റ്റിവലുകളിലും സിനിമകൾ കാണിക്കുന്നത്. ആ എക്സംഷൻ അവർ തന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവർ സിനിമയെ സെൻസർ ചെയ്യുക എന്ന അർത്ഥത്തിലല്ല അത് നിങ്ങൾ കാണേണ്ടത്. അത് നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മൾ അതിനങ്ങനെ കാണുക. ശ്രീ റസൂൽ പൂക്കുട്ടി, ഇപ്പം ജൂറി കണ്ട സിനിമ, അവർ അംഗീകരിച്ച സിനിമകൾ, അതാണല്ലോ IFFKയുടെ സ്ക്രീനിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ അത് സ്ക്രീനിലേക്ക് എത്തണമെങ്കിൽ ഈ കേന്ദ്ര അനുമതിക്ക് നമ്മൾ എപ്പോഴാണ് അനുമതി ചോദിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ഫോറിൻ സിനിമകൾക്ക് പ്രദർശിപ്പിക്കുന്നതിൽ? അത് ഇത്തവണ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, എല്ലാ തവണയും നമ്മൾ ഫെസ്റ്റിവലിന് ഫോറിൻ ഡെലിഗേറ്റ്സിനെ വിളിക്കുമ്പോൾ നമുക്ക് ബിസിനസ് വിസ അപ്ലൈ ചെയ്തിട്ടാണ് വിളിക്കാറ്. ഇത്തവണ എനിക്ക് പ്രത്യേകമായിട്ട് IB നോട്ടീസ് അയച്ചു. എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലായിട്ടല്ല, ഒരു ചെയർപേഴ്സൺ എന്ന നിലയിൽ നോട്ടീസ് അയച്ചു. ഇത്തവണ വരുന്ന ഫോറിൻ ഡെലിഗേറ്റ്സിനുകൾക്ക് എല്ലാവർക്കും ഇൻ്റർനാഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ സിംപോസിയം എന്ന കാറ്റഗറിയിൽ വിസ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഈ ഒരു കാറ്റഗറിയിൽ വിസ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് നൂലാമാലകളുണ്ട്. ഇതൊരു പോർട്ടലിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ആ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡിന് വിളിക്കുമ്പോൾ ആരെങ്കിലും കിട്ടത്തില്ലല്ലോ. നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഒരു ഫിസിക്കൽ പ്രസൻസ് നമുക്ക് ആരുമില്ല. ഒരു പോർട്ടൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ പോർട്ടൽ 2-3 ദിവസം കഴിയുമ്പോൾ അതിന് ഡീറ്റെയിൽസ് വയ്ക്കും. അപ്പോൾ ഈ പോർട്ടൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ആരുടെയൊക്കെ പേരിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ CV ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ പോർട്ടൽ ഇങ്ങനെ നമ്മൾ ഓരോരോ ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പോകുമ്പോൾ ഒരു 10 ദിവസത്തിലധികം ഇതിന് ഡിലേ വന്നപ്പോഴാണ് എന്നോട് അക്കാഡമി ഭാരവാഹികൾ പറയുന്നത്, സാർ ഇത് വലിയ ഡിലേ വന്നിരിക്കുകയാണ്. അതായത് ആരൊക്കെയാണ്, ഏതൊക്കെ ഫിലിം മേക്കേഴ്സാണ് നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് വരുന്നത് എന്ന് നമുക്കിപ്പോഴും തിട്ടമില്ല. അതുകൊണ്ട് നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 200-260 സിനിമകളുണ്ട്. അതിൽ നിന്ന് ഏതൊക്കെ സിനിമകളാണ് നമ്മൾ ഫൈനൽ ലിസ്റ്റിലേക്ക് ഇടേണ്ടതെന്നുള്ളൊരു വലിയൊരു പ്രശ്നത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കണം. അങ്ങനെ ഞാൻ എൻ്റെ വർക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ദുബൈയിൽ നിന്ന് തിരിച്ച് ദില്ലിയിൽ വന്നു. എൻ്റെ ബന്ധപ്പെട്ട ഓഫീസേഴ്സിനെ കണ്ട് ആണ് നമുക്കിതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നത്. അതായത് 42 പേര് നമ്മൾ പേര് കൊടുത്തതിൽ 35 പേർക്കാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് തന്നത്. ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷമേ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ ലിസ്റ്റ് ഓഫ് ഫിലിംസ് INBക്ക് അയക്കുന്നത്, ഈ സെക്ഷൻ 9 അനുസരിച്ച് എക്സംഷന് വേണ്ടിയിട്ട്. അത് ഡിസംബർ 2-ാം തീയതി നമുക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നു, 3-ാം തീയതി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സാധാരണ ഇതൊരു ചടങ്ങ് മാത്രമാണ്. നമ്മൾ എക്സംഷൻ അപ്ലൈ ചെയ്താൽ ഉടനെ നമുക്ക് INB തരുന്നതാണ്. കാരണം INBയും ഒരു ഫെസ്റ്റിവൽ നടത്തുന്നതാണല്ലോ.
അപ്പോൾ ഈ ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മറ്റുള്ള എഡിഷനുകളിൽ നമ്മൾ കൊടുത്ത അതേ ടൈം ലൈനാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അമാന്തം വന്നിട്ടൊന്നുമില്ല. ഡിലേ ഉണ്ടായിട്ടുള്ളത് വിസയുടെ പ്രോസസ്സിനാണ് ഡിലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു പുതിയ ഒരു നിഷ്കർഷ കേന്ദ്രം ചെയ്തത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് പർപ്പസ്ഫുള്ളായിട്ട് നമ്മൾ ലിസ്റ്റ് കൊടുക്കാൻ താമസിച്ചു എന്നുള്ള വാർത്തകൾ തെറ്റാണ്. എൻ്റെ ഉള്ളിൽ നടന്ന പ്രൊസീജിയേഴ്സ് എന്നതാണ്. വിസയിൽ അപ്ലൈ ചെയ്യേണ്ടുന്ന വിസയുടെ നേച്ചറിലുണ്ടായ ഡിമാൻഡിങ്ങിലുണ്ടായ മാറ്റം കൊണ്ടാണ് ഇതിങ്ങനെ ട്രിക്കിൾ ഡൗൺ ചെയ്ത് ഒരു കാരണം ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഒരു കാരണം അതുകൊണ്ട് മറ്റൊരു കാരണം അതുകൊണ്ട് മറ്റൊരു കാരണം ഇങ്ങനെ ട്രിക്കിൾ ഡൗൺ ചെയ്ത് പോയിട്ടുള്ള ഡിലേ ആണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ റസൂൽ പൂക്കുട്ടി, ഇതിപ്പം ആദ്യം 19 സിനിമകൾക്കായിരുന്നു വിലക്ക്, പിന്നീട് അത് പറഞ്ഞ് ഒടുവിൽ 6 സിനിമകളിലേക്ക് എത്തി. മറ്റ് സിനിമകളൊക്കെയും അങ്ങനെയല്ല വിലക്ക് അല്ല. അതെ, പറഞ്ഞോളൂ ശ്രീ റസൂൽ പൂക്കുട്ടി. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് തെറ്റാണ്. വിലക്കെന്നല്ല INB എക്സംഷൻ തരാൻ ആദ്യം അവർ 185 സിനിമകൾക്കും എക്സംഷൻ ഇല്ല എന്ന് അത് അക്സീഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ് പാസ് ചെയ്തത്. 185 സിനിമയ്ക്ക് നമ്മൾക്ക് അനുമതി തരുന്നില്ല, നിങ്ങൾ ലേറ്റായി അല്ല കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അനുമതി തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫെസ്റ്റിവൽ തന്നെ നടക്കാത്ത അവസ്ഥാവിഷയത്തിലേക്ക് എത്തും. പിന്നീട് അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അതായത് ഡോക്ടർ ശശി തരൂർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ കാര്യങ്ങളിൽ. കാരണം ഞാൻ ലണ്ടനിലാണ്, അദ്ദേഹം ട്രാവലിങ്ങിലാണ്, മിനിസ്റ്ററുമായിട്ട് സംസാരിക്കണം, ഹയർ ബ്യൂറോക്രസിയായിട്ട് സംസാരിച്ചു, ഞാൻ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അങ്ങനെ അവരെ ഞാൻ അപ്രൈസ് ചെയ്തു. കാരണം INBയും ഒരു ഫെസ്റ്റിവൽ നടത്തുന്നതാണ്, IFFI നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ നൂലാമാലകൾ അറിയാം. അത് മനസ്സിലാക്കിയ സെക്രട്ടറി ഉടനടി തന്നെ ഒരു 100 സിനിമകൾ അദ്ദേഹം പാസ്സാക്കി. അതിനുശേഷം അപ്പോൾ സിനിമകൾ ബാച്ച് ബൈ ബാച്ചായിട്ടാണ് ഒരു എക്സംഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ കംപ്ലീറ്റ് സിനിമയുടെ ലിസ്റ്റും അതിൻ്റെ സിനോപ്സിസും അതിൻ്റെ ഫിലിം മേക്കേഴ്സും അവർ കിട്ടിയ പൊളിറ്റിക്കൽ ക്ലിയറൻസും അതെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴാണ് ഇവർ ഇങ്ങനെ ഓരോരോ ബാച്ച് ബൈ ബാച്ചായിട്ട് എക്സംഷൻ കൊടുക്കുന്നത്. അതിൽ INB വളരെയധികം എന്താ പറയുക, ഞാൻ പറയുന്നൊരു ഉദ്യോഗ തലത്തിലുണ്ടായ ഒരു ഓവർ കോഷ്യസ്നെസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു ഓവർ സിലസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെയധികം ഞാൻ മനസ്സിലാക്കിയത് ഒരു ബ്യൂറോക്രസിയുടെ ലെവലിൽ ഒരു സിനിമ ലിറ്ററസിയുടെ ആവശ്യം വളരെ കൂടുതലാണ് എന്നെനിക്ക് തോന്നി. കാര്യം അവർ തരുന്ന ലിസ്റ്റും അവർ എക്സംപ്റ്റ് ചെയ്യുന്ന സിനിമകളുടെ നേച്ചറും ഒക്കെ വെച്ച് നോക്കുമ്പോഴും ഇവർക്ക് ആക്ച്വലി സിനിമ ലിറ്ററസി ഇല്ല. അതിൻ്റെ ഒരു സീരിയസ് ആയ പ്രശ്നമുണ്ട്. പിന്നെ അവർ കാണുന്നതെല്ലാം ഒരു ഐഡിയോളജിയുടെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ് കാണുന്നത്. അതും തെറ്റാണ്. അപ്പം ഞാൻ അവരോട് ഒരു സിനിമയുടെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഇന്നതാണ്, അല്ലെങ്കിൽ ഈ സിനിമ ഇപ്പോൾ നിങ്ങൾ എക്സംഷൻ തരാത്ത സിനിമ IFFIയിൽ കാണിച്ചതാണ്, അല്ലെങ്കിൽ ഈ സിനിമ ഞങ്ങൾ IFFCയിൽ തന്നെ 25ാം എഡിഷനിൽ ബെസ്റ്റ് ഫിലിം കിട്ടിയ സിനിമയാണ്. കാരണം നമ്മളൊരു 30ാം എഡിഷനിൽ ബെസ്റ്റ് ഫിലിം കിട്ടിയ ഒരു 25 സിനിമകളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ റാൻഡമായിട്ടാണ് ഇവരിത് എക്സംഷൻ തരാതിരിക്കുന്നത്. അപ്പോൾ എന്നിട്ടൊരു അവസാനത്തൊരു 19 സിനിമയുടെ എത്തിയപ്പോൾ ഇവർ പറഞ്ഞു, INB എന്നോട് പറഞ്ഞു ഇത് ME-യൊക്കെ റെഫർ ചെയ്തിരിക്കുകയാണ്, അവിടുന്ന് ക്ലിയറൻസ് കിട്ടാൻ നമുക്ക് എക്സംഷൻ തരാൻ പറ്റില്ലെന്ന്. വിലക്കല്ല, പ്ലീസ് മനസ്സിലാക്കുക. എക്സംഷൻ തരാൻ പറ്റില്ല, കാരണം നമുക്ക് മുകളിൽ നിന്ന് ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മുകളിൽ നിന്നുള്ള ക്ലിയറൻസ് എന്ന് ചോദിക്കുമ്പോൾ അത് ME ആണെന്നാണ് ഒരു പേഴ്സണൽ കോൺവെർസേഷനിൽ പറഞ്ഞത്. അങ്ങനെയാണ് ഞാനിത് MEയുമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറയും, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറി വിളിച്ചിട്ട് പറയും, ഇന്ന സിനിമ 1, 2, 3, 4 ഇന്ന സിനിമകൾ ഒക്കെ എക്സംഷൻ ഉണ്ട്, നിങ്ങൾ കാണിച്ചോളൂ, പ്രശ്നമില്ല. കാരണം നമ്മൾ ഷെഡ്യൂളിങ് വെച്ചു കൊടുത്തു, ഇതെല്ലാം ഷെഡ്യൂളിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ഫെസ്റ്റിവലിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങൾ ഇന്ന സിനിമകൾ കാണിച്ചോളൂ എന്ന് പറയും. പക്ഷേ ഓർഡർ വരുമ്പം ആ സിനിമകളായിരിക്കില്ല ഒരു പക്ഷേ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 1, 2 സിനിമകൾ മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം നമുക്കൊരു 4 സിനിമകൾ പ്രദർശനം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് ഈ ഒരു വിഷയം ഒരു വലിയ ഒരു സംഭവമായിട്ട് പുറത്തു വരുന്നത്. അതുവരെ ഞങ്ങൾ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അവിടെയാണ് 19 സിനിമകൾ എക്സംഷൻ തരാൻ ME-യുടെ ഇതിപ്പം അങ്ങ് പറയുമ്പോഴാണ് ഇപ്പൊ നമുക്ക് ഈ പുറത്തു വരുന്ന വാർത്തകളല്ലേ അറിയുള്ളൂ. ഇപ്പൊ ഇത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അതൊക്കെ വിട്ടിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പോലും ഇതൊക്കെ ഇടപെടുന്നുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ അങ്ങ് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അത് ആണല്ലോ ഇപ്പോൾ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കുന്നത് ഹോം മിനിസ്റ്ററാണല്ലോ, ഹോം മിനിസ്ട്രിയാണ്. MEയും ഹോം മിനിസ്ട്രിയും കൂടി ചേർന്നിട്ടാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ്. അപ്പോൾ 2 മിനിസ്ട്രി ഇൻവോൾവ് ആണ്. ഇതെല്ലാം കുറേ ബ്യൂറോക്രാറ്റിക് നൂലാമാലകളാണ്. അപ്പം നമുക്കിപ്പോൾ മനസ്സിലായത് ഇങ്ങനെയൊക്കെ നമുക്കൊരു ഫെസ്റ്റിവൽ നടത്താൻ പാടുള്ളൂ, ഇന്ത്യയിൽ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു വലിയ പാഠമാണ്. അപ്പം ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയിൽ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ട്
നമ്മൾ ഒരു മാറി വരുന്ന പൊളിറ്റിക്കൽ സിനാരിയോ ഒക്കെ അനുസരിച്ച് നമ്മുടെ ഈ കലാസൃഷ്ടികൾക്കും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഈ പ്രദർശനത്തിനും ഒക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരു അനുമതി അടക്കം നേടേണ്ടി വന്നിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലേക്കും കൂടി എത്തിയിരിക്കുന്നു. ശ്രീ റസുൽ പൂക്കുട്ടി, ഇപ്പോൾ ഒരു സീസൺ കഴിഞ്ഞു. സാധാരണ എല്ലാ സീസണിലും ഇപ്പം എല്ലാ വർഷവും IFFK കഴിയുമ്പോഴത്തേനും കുറേ പരാതികളും പരിഭവങ്ങളും ഒക്കെയും വരും. നല്ല അഭിപ്രായങ്ങൾക്കൊപ്പം അതും വരും. ഇത്തവണയും അതൊക്കെയും ഉണ്ടായിട്ടുണ്ടാകും. വിമർശനങ്ങളും പരാതികളും പരിഭവങ്ങളും. പിന്നെ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ചില സംഭവങ്ങൾ കൂടി ഉണ്ടായ ഒരു മേളയാണ്. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ അതിനെയൊക്കെ ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാകരുത്, അതിനും കൂടി വച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാകുമോ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാവുക? തീർച്ചയായിട്ടും. ഒന്ന്, ഞാൻ ചാർജ് എടുത്തിട്ട് 3 ആഴ്ചയോ 4 ആഴ്ചയോ ആയിട്ടുള്ളൂ. അപ്പം ഈ ഫെസ്റ്റിവലിൻ്റെ എല്ലാ ക്യൂറേഷനും എല്ലാ നടപടികളും ഏതെല്ലാം ഡെലിഗേറ്റ്സ് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫെസ്റ്റിവലിൽ എനിക്കൊരു ഹാൻഡ്സ് ഓൺ ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മുടെ അക്കാഡമിയുടെ ഭാരവാഹികൾ വിളിച്ചു പറയുമ്പോൾ ഞാനത് സോൾവ് ചെയ്തു എന്നുള്ളതല്ലാതെ ഈ ഫെസ്റ്റിവൽ ഞാൻ നേരിട്ട് ഹാൻഡ്സ് ഓൺ ഞാനതിൽ ഇടപെട്ടിട്ടില്ല. അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. കാര്യം ഫെസ്റ്റിവൽ ഓൾറെഡി ക്യൂറേറ്റഡ് ആയി കഴിഞ്ഞു. കാര്യം ഇതൊക്കെ മാസങ്ങൾക്ക് മുമ്പ് നടക്കുന്ന പരിപാടികളാണല്ലോ. നെക്സ്റ്റ് ഫെസ്റ്റിവലായിരിക്കും എൻ്റെ ഒരു ഫുൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുക. ഇങ്ങനെ ഇപ്പോൾ ഇതൊരു പാഠമാണ്. ഈ പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നെക്സ്റ്റ് ഫെസ്റ്റിവൽ വളരെ ഭംഗിയായി നടത്തണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഉണ്ടായിട്ടുള്ള പോരായ്മകളെല്ലാം നികത്തണമെന്ന് ആഗ്രഹമായിട്ടുണ്ട്. ഒരുപാട് പരാതികൾ സാധാരണ ഡെലിഗേറ്റ്സ് നിന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു ദിവസം ടാഗോർ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്തതിൽ നിന്നും അങ്ങനെയുള്ള പരാതികൾ തീർച്ചയായിട്ടും ഞാൻ പരിഹരിക്കും. അതിനുള്ള എല്ലാ സത്വര നടപടികളും എടുക്കും. മാത്രമല്ല, എനിക്ക് IFFK എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് കേരളത്തിൽ മാത്രം നിലനിൽക്കേണ്ട ബ്രാൻഡല്ല. ഇത് കേരളത്തിന് പുറത്തും പോകണം. മലയാള സിനിമയെ ലോകത്തിൻ്റെ മറ്റ് പല കോണുകളിലും കൊണ്ടുപോകണം. അത് IFFK എന്ന ബ്രാൻഡ് ഉപയോഗിച്ച് തന്നെ എനിക്ക് ചെയ്യാൻ കഴിയും. അതിനുള്ള മറ്റ് പല ഏജൻസികളുമായിട്ടുള്ള സംസാരം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെ വരും കാലങ്ങളിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ അക്കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശ്രീ റസുൽ പൂക്കുട്ടി, ഇപ്പം ഉപാധികളില്ലാതെ അവൾക്കൊപ്പം നിൽക്കുകയാണ് ഒരു സമൂഹം മുഴുവൻ. IFFKയിൽ നമ്മൾ മറിച്ചൊരു കാര്യത്തിനല്ല സാക്ഷ്യം വഹിച്ചത്. താങ്കൾ ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ സമാനതകളില്ലാത്ത സൈബർ ആക്രമണത്തിലൂടെ കടന്നു പോവുകയാണ്. സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അതിലുപരി ചലച്ചിത്ര അക്കാദമി ഇതിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതും പ്രധാനമാണല്ലോ. ഇന്നലെ ഈ അതിജീവിതയുടെ ഒരു പോസ്റ്റൊക്കെ അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. ജീവിക്കാൻ എന്നെ അനുവദിക്കൂ, ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു അതിജീവിതയ്ക്കൊരു സമൂഹത്തോട് പറയേണ്ടി വരുന്നത് കണ്ടു നിൽക്കാനും കേൾക്കാനും അവൾക്കൊപ്പം നിൽക്കുന്ന ആർക്കും സാധിക്കുന്നതല്ല. അപ്പം അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? അതിൽ ഒരു ആധികാരിക ശബ്ദം താങ്കളുടേത് കൂടി ആവശ്യമല്ലേ? അല്ല, ഈ പറയുന്ന പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ മിനിഞ്ഞാന്ന് ഞാൻ പത്രക്കാരെ കണ്ടപ്പോൾ ഞാൻ വളരെ വിശദമായി പറയുകയുണ്ടായി. 100% നമ്മൾ അവൾക്കൊപ്പമാണ്. അക്കാഡമി എന്ന നിലയിലും എൻ്റെ പേഴ്സണൽ ലെവലിലും ഒരു ഇൻഡസ്ട്രി എന്ന നിലയിലും ഇതൊക്കെ മാറ്റി വയ്ക്കൂ. കേരളത്തിലെ ഒരു പൊതുസമൂഹം എന്ന നിലയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഈ വിഷയം ഉണ്ടാകുന്ന അന്ന് മുതൽ നമ്മളെല്ലാവരും അവൾക്കൊപ്പമാണ്. അതല്ലാതെ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ കഴിയില്ല. 100% അക്കാഡമിയും കേരള ഗവൺമെൻറ്റും അതിൻ്റെ പ്രവർത്തനങ്ങളും അവൾക്കൊപ്പമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. ഈ മീറ്റു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ, ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് അഗൈൻസ്റ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ഉണ്ടാകുന്ന സമയത്ത്, അപ്പോൾ അത് ഹോളിവുഡിലായാലും UK-യിലായാലും ഫ്രാൻസിലായാലും യൂറോപ്പിലായാലും മറ്റെല്ലാ ഇൻഡസ്ട്രികളിലും ഉണ്ടായിട്ടും ഒരു ഗവൺമെൻറ്റും യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതിനെതിരെ അതിനെ കർബ് ചെയ്യാൻ, അതിനെ അനലൈസ് ചെയ്യാൻ ചെയ്തിട്ടില്ല. ലോകത്തിലൊരു ഗവൺമെൻറ് ചെയ്തിട്ടില്ല. പക്ഷേ കേരള ഗവൺമെൻറ് മാത്രമാണ് ചെയ്തത്. അതിനൊരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാക്കി, ഒരു ജുഡീഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കി, അതിനെപ്പറ്റി വിശദമായി പഠിച്ചു, അതിൻ്റെ രൂപരേഖകൾ ഉണ്ടാക്കി, ഇത് കർബ് ചെയ്യാനുള്ള പോളിസി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള രൂപരേഖകൾ തയ്യാറാക്കി, അതിൻ്റെ ഫിലിം പോളിസി ഉണ്ടാക്കാനുള്ള കോൺഫറൻസ് ചെയ്തു, പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ചു, ആ പോളിസിയെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്, അത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമുള്ളൊരു വിഷയമായിട്ടാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, മീഡിയ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇത് സമൂഹത്തിലെ മൊത്തത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ പെങ്ങന്മാരും അമ്മമാരും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇത് ഇൻഡസ്ട്രി മാത്രം, സിനിമ ഇൻഡസ്ട്രി മാത്രം ഒരു സാമ്പിൾ ഇൻഡസ്ട്രി ആയിട്ട് എടുത്തുകൊണ്ട് ഒരു സർക്കാരിന് ഒരു പോളിസി ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിയില്ല.
എല്ലാ വശങ്ങളും സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലേക്കും നോക്കണം. അതിനുള്ള സമയം നിങ്ങൾ ഗവൺമെൻറ് കൊടുക്കണം. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിൽ ഇൻവോൾവ് ആണ്. ഈ പോളിസി ഡ്രാഫ്റ്റിങ്ങിൽ നിശ്ചയമായും ഗവൺമെൻറ് ഓഫ് കേരള ഇതിനെതിരെ ഒരു വളരെ ശക്തമായ ഒരു പോളിസിയുമായിട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾക്ക് ആർക്കും ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ നടക്കുന്നതും പറയപ്പെടുന്നതും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതും. അതിനൊക്കെ നമ്മൾ എതിരാണ്. ശക്തമായ നടപടികൾ അതിനെതിരെ ഉണ്ടാകും. അക്കാഡമിയുടെ പൊസിഷൻ വളരെ വളരെ ക്ലിയറാണ് ഇക്കാര്യത്തിൽ. നമ്മൾ 100ക്ക് 100 മേനി അവൾക്കൊപ്പമാണ്. ഓക്കെ, നിലപാട് വ്യക്തമാണ് ശ്രീ റസൽ പൂക്കുട്ടി. ഇപ്പോൾ ഈ അങ്ങയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സിനിമാ വിശേഷങ്ങൾ, പുതിയ വർക്കൊക്കെ എവിടെ, എങ്ങനെയാണ്? പുതിയ ഇൻ്റർനാഷണൽ വർക്കുകളൊക്കെ ഉണ്ടോ? ആ വിശേഷങ്ങൾ കൂടി ഒന്ന് പറയും. അതെ, എൻ്റെ ഇപ്പോൾ 2 സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞ 27-ാം തീയതി. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മോഹൻലാലിൻ്റെ വൃഷഭ എന്ന സിനിമയാണ്. മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഒരു അമേരിക്കൻ ബ്രിട്ടീഷ് പ്രൊഡക്ഷനാണ്. അത് USA വേഴ്സസ് രാജ് എന്നൊരു സിനിമയാണ് എൻ്റെ പേര്. അതൊരു ആദ്യ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു ലണ്ടനിൽ. ഏകദേശം ഒരു ജനുവരി 10 ഷൂട്ടിംഗ് കഴിയും. അത് കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ അമീർ ഖാൻ പ്രൊഡക്ഷൻ്റെ ലാഹോർ എന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റേതായ നെക്സ്റ്റ് പ്രൊഡക്ഷൻ്റെ വർക്കുകളും നടക്കും. ഓക്കെ, ശ്രീ റസൽ പൂക്കുട്ടി, അപ്പോൾ ക്രിസ്മസ് UK-യിലായിരിക്കുമോ? അതെ, എൻ്റെ ക്രിസ്മസ് മോസ്കോയിലായിരുന്നു. ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ ശ്രീ റസൽ പൂക്കുട്ടി, അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിനും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ അഡ്വാൻസ് ക്രിസ്മസ് വിഷസ് ആൻഡ് ന്യൂ ഇയർ വിഷസ് ടു യു. Thank you. Happy Christmas and very, very happy New Year to all of you. Thank you. Thank you so much, sir. അപ്പോൾ ഓക്കെ, താങ്ക് യു.